ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഓണം ഷൂട്ടുമാണ്. എൻ്റെ കയ്യിരിക്കുന്ന പൊതി വേറൊന്നും അല്ല, മുല്ലപ്പൂവാണ്. രാവിലെ പോയി മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് ഓണം ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ഭയങ്കര മഴ വരുന്നത്. ഞാൻ ബൈക്കിൽ പോകാനിരുന്നതാണ്. അപ്പോൾ ഊബറിൽ പോകണോ ബൈക്കിൽ പോകുന്ന കൺഫ്യൂഷൻ നിൽക്കുവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, മഴ ഒന്ന് തുറന്നപ്പോൾ തന്നെ ബൈക്കെടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷൂട്ട് വന്നിട്ട് ജിസ് യൂണിസെക്സ് സലൂൺ പണിക്കര് പടിയിലാണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് വരുന്നത്. ടീസ് ഡിസൈനേഴ്സും ജിസ് യൂണിസെക്സും ഒന്നിച്ചുള്ള ടീസ് ഓണമാണ് ഷൂട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യം പോയി പരിചയപ്പെട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ സിനി ചേച്ചി. സിനി ചേച്ചിയുടെയാണ് ഈ ഒരു ഔട്ട്ലെറ്റ് വന്നിട്ട്. സിനി ചേച്ചി മക്കളും ഒന്നിച്ചാണ് ഈ ഒരു ഔട്ട്ലെറ്റ് നടത്തുന്നത്. അങ്ങനെ നമ്മുടെ മേക്കപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യമേ നമ്മൾ ഹെയർ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയറൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്, കുറച്ച് കെയർ ചെയ്യണം, കുറേ സ്പ്ലിറ്റ് എൻഡ്സും ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഹെയറൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം. ഞാനിങ്ങനെ സൂക്ഷിക്കാറില്ല. പിന്നെ നമ്മൾ നേരെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് 2 ഷൂട്ടാണുള്ളത്. ആദ്യം ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു സലൂണിൻ്റെ വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓണം ഷൂട്ടുള്ളത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് എന്നെ ഒരുക്കി തന്നു. ഒരുപാട് നാളായി എന്നെ ഒരാൾ ഒരുക്കിയിട്ട്. ഞാൻ സ്വന്തമായിട്ടാണല്ലോ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഓവറായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഹെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഹെയറിൽ ഞാൻ പറഞ്ഞു എനിക്ക് കേൾ ചെയ്തിട്ടാൽ മതിയായിരുന്നു. ഫ്രണ്ടിൽ കുറച്ച് പോർഷൻസൊക്കെ ഇങ്ങനെ ഹേർൽ ചെയ്തിടാം, ബാക്കിൽ ഇങ്ങനെ സ്ട്രൈറ്റൻ ചെയ്തിട്ടാലും കുഴപ്പമില്ലല്ലോ. ഫ്രണ്ടിൽ ലുക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ അവസാനത്തെ ലുക്ക്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മൾ ഓണം കോസ്റ്റ്യൂമിലേക്ക് കയറി. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഓണം ഡ്രസ്സ് ഇടുക, ഹെയർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഹെയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചി എനിക്ക് എന്ത് പെട്ടെന്നാണെന്നറിയോ ചേച്ചി എനിക്ക് സാരി എടുത്ത് തന്നത്. എനിക്ക് ഓണം സാരി കൊടുക്കണമെങ്കിൽ 2 ദിവസം എടുക്കും. തലേന്ന് ഞാൻ സാരി പ്ലീറ്റ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇടുമ്പോഴാണ് എൻ്റെ കുറേ ടൈം എടുക്കും. പക്ഷേ ഈ ചേച്ചി പെട്ടെന്ന് തന്നെ ചെയ്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് സാരി എന്നെ ഉടുപ്പിച്ചു. അങ്ങനത്തെ പിന്നെ എനിക്ക് ഹെയറൊക്കെ വീണ്ടും ഒന്ന് സെറ്റാക്കി തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നോക്ക് എന്ത് ഭംഗിയായിട്ട് ചേച്ചി സാരി ഉടുപ്പിക്കുന്നത്. ചെറിയ 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 പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ടൈം പോയി ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വർഷത്തെ ആദ്യത്തെ സദ്യയാണ് കഴിക്കുന്നത്. സദ്യ ഒരുപാട് നാളായി കഴിച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടിന് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ടീമിലെ ആൾക്കാർ. അപ്പം എല്ലാവരും മാറി മാറി ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തർ എന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഹായ് ഹായ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ സിംഗിൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടീസ് ഡിസൈനേഴ്സ്. ഇതാണ് ഹായ് പറ ടീസ് ബുട്ടീക്ക്. ടീസ് ഡിസൈനേഴ്സിലെ തസ്നയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ടീസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓണ ഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണിച്ചില്ലേ നീട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ടീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കാട്ടോ. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് റീൽസ് എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ റീൽസാണ് ട്രെൻഡിങ് ഓണം മൂഡിൻ്റെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ റീൽസ് എടുക്കാൻ വേണ്ടി പോയി. ഓരോ സെഷൻ വൈസ് നമ്മൾ മുണ്ടിൻ്റെ സാരിയുടെ അങ്ങനെ പറഞ്ഞിട്ട് ക്ലിക്കായിട്ട് കുറേ ഷോർട്സൊക്കെ എടുത്ത് വീഡിയോ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഈ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്നാണെങ്കിലും നമ്മളെല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടോ. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു മെമ്മറി തന്നൊരു ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.